ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നും ഒരു ടിപ്പ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ പഴമാണ് എടുത്തിട്ടുള്ളത്. പഴമൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് പെട്ടെന്ന് ചീത്തയായി പോവാറില്ലേ? അങ്ങനെ ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പഴത്തിന് ആദ്യം നന്നായി കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയതിന് ശേഷം ഇത് ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ നനവൊന്നും പാടില്ല കേട്ടോ, നന്നായിട്ട് തുടക്കുക. ഇങ്ങനെ തുടച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊരു ബൗളിൽ ലേശം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3-4 ടിഷ്യൂ വെള്ളത്തിൽ നനച്ചെടുക്കുക. ഇനി ഇങ്ങനെ നനച്ച ടിഷ്യൂവിന് ഈ പഴത്തിൻ്റെ ഈ സൈഡ് കണ്ടോ, ഈ സൈഡിൽ അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കും പോലെ അങ്ങനെ വെച്ച് കൊടുത്താൽ, ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളം ആ പഴം കേടുവരാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പം നല്ലൊരു ടിപ്പാണ് കേട്ടോ, നല്ല അധികം റിസ്ക് ഒന്നും ഇല്ലാത്ത ടിപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഞാനിവിടെ കേബേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേബേജ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കുറേ കാലം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അതും കേടുവന്ന് പോവാറില്ലേ? അപ്പോൾ അതും അങ്ങനെ ചീത്തയാവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ കത്തി എടുത്തിട്ട് അതിൻ്റെ ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിന് ശേഷം പിന്നെ ഒരു 3-4 ടിഷ്യൂ എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിൽ നനച്ചെടുക്കുക. ഇനി നനച്ച ടിഷ്യൂ നമ്മൾ കട്ട് ചെയ്ത സൈഡ് ഉണ്ടല്ലോ, ആ പോർഷനിൽ അത് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു മാസത്തോളം ആ ക്യാബേജ് ഒരു കേട് കൂടാതെ ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാനിവിടെ വാട്ടർ മെലനാണ് എടുത്തിട്ടുള്ളത്. വാട്ടർ മെലനൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ അത് 2 ദിവസമൊക്കെ കഴിഞ്ഞ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഒരു സൈഡിൽ ഒരു സ്മെല്ല് മാറിയ പോലെ, അതുപോലെ ചീത്തയായൊക്കെ പോലെയൊക്കെ നമുക്ക് തോന്നൂലേ? അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി അത് അതിൻ്റെ ആ സൈഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റാപ്പ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. തണ്ണിമത്തനൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടിപ്പാണ്. ഈ 3 ടിപ്പും നല്ല ടിപ്പുകളാണ് കേട്ടോ. നമുക്കധികം റിസ്ക്കോ അതുപോലെ ചിലവോ ഒന്നുമില്ലാത്ത ടിപ്പുകളാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ പഴത്തിൻ്റെ ടിപ്പൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.